ഹായ്. അപ്പോൾ കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ട് ഫാമിലീനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാമിലീനെ എല്ലാവരും തിരക്കാതെ, എല്ലാവരും അമ്മ രാവിലെ പോവും, അച്ഛനും അതേപോലെ തന്നെ ഏട്ടനും ഉണ്ടാവില്ല. ഏച്ചിയും കുട്ടിയും അങ്ങനെ ഉണ്ടായിരുന്നു ഏച്ചീൻ്റെ വീട്ടിൽ. ഇന്നലെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആരും കാണിക്കാന്. ഞാൻ മാത്രമേ ഉണ്ടായില്ലുള്ളൂ വീട്ടിൽ രാവിലെ ടൈമിൽ. ഏച്ചി വന്നാൽ ഏച്ചിയും കുഞ്ഞിയും ഉണ്ടാവും. അപ്പോൾ ഇന്ന് എൻ്റെ വീടും പരിസരവും ഫാമിലീനെല്ലാം ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കാണിച്ചു തരാം. എടുത്ത് നല്ല വൃത്തിയില്ലേ? അങ്ങനെ കാണിക്കൊന്നുമില്ല, വൈകുന്നേരം വീഡിയോ ഇടുമ്പോൾ കണ്ടുകൂടാ. ഇത് ബാവട്ടെ, നമ്മളെ സ്വന്തം ബാവട്ടെ. ഞാൻ ഇടുക, വീഡിയോ ഇടൂ. അല്ല ബാവട്ടങ്ങ് പാലൂർ വട്ടക്കാത്. അപ്പോൾ ഇതാണ് പാലൂർ കടവ് റോഡ്. നമ്മൾ പുതിയേരുന്ന് നേരെ കണ്ണൂരിൽ നിന്ന് പുതിയേരു ഒന്ന് വരുമ്പോൾ സ്ട്രെയിറ്റ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാവനൂർ കടവിലേക്കാണ്, ഇങ്ങോട്ടേക്കാണ് നിർത്തുക. പാവനൂർ കടവിലാണ് എൻഡ് ചെയ്യുക. ചെറിയ വളവെല്ലാം ഉണ്ടാവും, ചെറിയ വളവെല്ലാം വളക്കണം, എന്നാലേക്ക് എത്തൂലു. അപ്പോൾ ഇതാണ് നമ്മൾ ബസ്സിൽ ഇറങ്ങുന്ന ബസ് സ്റ്റോപ്പ്. പാവനൂർ ബാലവാടി എന്ന് പറയും. ബാലാട്ടിൻ്റെ ചായപ്പിടിയാണ്, അതിൻ്റെ അപ്പുറത്ത് മൂന്നാറിൻ്റെ ചായപ്പിടി ഉണ്ട്, ചെറിയ പീടിയുണ്ട്. ബസ് സ്റ്റോപ്പ് അതാണ്. അപ്പോൾ ഇത് അങ്ങനെ പാവനൂർ മുട്ട ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്ന് പാവനൂർ ബാലവാടി കഴിഞ്ഞ് പിന്നെ നേരെ അപ്പുറം പാവനൂർ സ്കൂള്, പിന്നെ ഇരിക്കൂറേക്ക് പോകുന്ന റോഡായത്. ഇരട്ടിക്കേക്കെല്ലാം നമുക്ക് മാമാനത്തമ്പലത്തിലേക്ക് ഇടുന്ന് ഒരു 10-15 മിനിറ്റ് ഉള്ളൂ കഷ്ടി. പറശ്ശിനിക്കേക്കും മാമാനത്തമ്പലത്തിലേക്കുള്ള സെയിം ദൂരമാണ്. അപ്പോൾ ഇതിൻ്റെ നടുക്കൂട്ടുള്ളൊരു കുഞ്ഞിൻ റോഡുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിൻ റോഡിലൂടെയാണ് എൻ്റെ വീട്ടിലേക്ക് പോകണ്ടേ. ആ കാണുന്നതാണ് വീട്. ബിജുവേട്ടൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, എന്നാലും പിന്നെ അത് കാണാതെ വരുതാ. ഇതെല്ലാം വയലാണ്, ഇങ്ങനെ മുന്നിലും വയലാണ്. ഇപ്രാവശ്യം ഇവിടെയൊന്നും നട്ടിട്ടില്ല. ഇവിടെ ട്രാക്ടർ ഇറങ്ങാനും ടില്ലർ ഇറങ്ങാനും ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നെല്ല് ഇട്ടിട്ടില്ല. ഇല്ലെങ്കിൽ നമ്മൾ നെല്ല് ഇടലുണ്ട്. ഇപ്പം അതേപോലെ തന്നെ എൻ്റെ ചെറിയ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഇങ്ങനെയാണ് എൻ്റെ വീട്ടിലേക്ക് വരേണ്ടത്. കണ്ടിട്ടുണ്ടാവും, എന്നാലും ഒന്നും കൂടി കാണിക്കുന്നതാണ് ഞാൻ. അപ്പോൾ അതാണ് വീട്. അപ്പോൾ റംബൂട്ടാൻ ഇതാണ് അച്ഛനെടുക്കുന്നുണ്ട്. ഇത് വെല്ലുമ്മ, അച്ഛൻ്റെ ചേച്ചിയാണ്. എന്താണ് ഹായ്യാ? ഇതാണ് നമ്മളെ വീട്ടിലെ ഇപ്പോഴത്തെ വീട് ഭരിക്കുന്ന ആള്, എത്തുട്ടെ താരം, സൂപ്പർ താരം. ഇത് അമ്മ ബാങ്കിലാണ്. ഇതാ കുഴപ്പമായി. ഒരു പാട്ട് പാടുവാ? താഴെ ഇറക്കറ കണ്ട. ഇവനെന്നാ വേണ്ട വെച്ച് കഴിഞ്ഞാൽ താഴെ ഇറക്കി വിടുക, നടക്കുക. ഇതാണ് മെയിൻ പരിപാടി. ഇതാ ചാച്ചൻ്റെ ആളാണ്. ഒരു പാട്ട് പാടിക്കോ. തുമ്പിന്റെ പാട്ട്, തുമ്പിന്റെ. പൂമ്പാറ്റന്നെ പഠിക്കോ എന്നാല്. ആപ്പന്റെ പാട്ട് പഠിക്കോ. ആപ്പന്റെ ആപ്പൻ നല്ല ആപ്പേ പാടട്ടെ. നല്ല ആപ്പേ, നല്ല ആപ്പൻ. അപ്പോൾ ഏച്ചി അപ്പുറത്തുണ്ട്, കാണിക്കാം. അപ്പോൾ ഏട്ടൻ അങ്ങ് കേരളോത്സവം നടക്കുന്നിടക്ക് പോയിട്ടുള്ളത്. കേരളോത്സവത്തിൻ്റെ ഫുട്ബോൾ കളിയെല്ലാം ഉണ്ട്, അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. ഞാൻ ഇവിടെ ഉണ്ടാവുന്ന വിചാരിച്ചു. ഞാൻ ചെറുങ്ങനെ ഉറങ്ങിപ്പോയി. അപ്പോൾ എണീക്കുമ്പോഴത്തേക്ക് ആരും കാണുന്നില്ല. ഇത് കുറച്ച് അണ്ടിയുണ്ട്, കുറച്ച് അച്ഛൻ നട്ടിയുണ്ട്. ലോക്ക്ഡൗൺ സമയത്ത് അത് ഞാൻ നട്ടതാണ്. എത്തൂട്ടിൻ്റെ കളിപ്പാട്ടാണ്. തേച്ചു കളിപ്പാട്ടാണ് പുറത്ത് കൊടുത്തിട്ട് ഇറക്കിയിട്ടുണ്ട്. റോഡിൻ്റെ ഇത് തായോട്ടി റോഡ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും പോന്നിയും വരുന്ന ആളും എല്ലാം ആയിട്ട് നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിട്ട് തായോട്ട് പോകുന്നല്ലേ. ഉപ്പേച്ചി വർത്താനം പറയാം. അപ്പോൾ ഇങ്ങനെ എടുത്ത് എല്ലാവരും പോന്നാളും വരുന്നാളെല്ലാം, അതുകൊണ്ട് ചെറുത് ചെക്കനും എല്ലാവരുമായിട്ട് പരിചയം. അതിലോട്ട് പോന്നാളും വരുന്നാളും എല്ലാം വിളിക്കും, വർത്താനം ചെറിയുകയും ചെയ്യും. ബാ പറിച്ചോ. പറയേണ്ട താമസം. കൈമിലാക്കി മതി. അപ്പം പറ്റാന്ന്. പറിച്ചോ പറിച്ചോ.
ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് അതേപോലെ ഇരുന്നിട്ടുണ്ട്. എന്നീ ഒരു ഹായ് ആക്കട്ടെ, ഒരു ഹായ് കൂടെ ആക്കട്ടെ. ഹായ്. കണ്ണട മുത്തി കളിക്കാം നമുക്ക്. കണ്ണട മുത്തി കളിക്കാം. കണ്ണട മുത്തി കളിക്കാം. അപ്പോൾ വിളിക്കുവേ ബാബു അപ്പോൾ വിളിക്കുവേ ബാബു പൊത്തുവേ അപ്പോൾ വിളിക്കുവേ. 1 2 3 4 5. ഇങ്ങനെയാ നോക്കിയിട്ടാ പൊത്തുവാ. കണ്ണു മൊത്തം അങ്ങോട്ട് നോക്കിയിട്ട് തൂ 2 തന്നെയാ അത്. പൊത്തലും ഒളിക്കലും എല്ലാം അതല്ലേ. അപ്പോഴത്തേക്ക് അടുത്ത ആൾ വന്നിട്ടുണ്ട്. പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. 2-3 ടൈപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ചങ്ക് അത് അയച്ചെല്ലാം അറിയായിരിക്കും. ബിജുവേട്ടൻ്റെ ചാനലിലോട്ട് കാണുന്ന സുമേച്ചി അയച്ചല്ല. ഓക്കെ, ഞാൻ വീഡിയോ തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് സൗണ്ടില്ലാതെടുക്കാൻ വന്നിരുന്നതാണ്. നേരത്തേക്ക് വന്നിട്ടുണ്ട്. അന്നിന്ന് മിക്കവാറും വീഡിയോ തീർക്കാൻ വിടാൻ സാധ്യതയില്ല തുട്ടാ. അപ്പോൾ ഓനങ്ങ് പോയി. ചെറുതിലേ ഇങ്ങനെ നമ്മളിവിടെ എപ്പോൾ ആളായിരിക്കും. അമ്മേൻ്റെ ചങ്ങായിമാരായിട്ടും നമ്മളെ ചങ്ങായിമാരായിട്ടും എല്ലാം ഇങ്ങനെ നിറച്ചും ആളായിരിക്കും വീട്ടിൽ. അപ്പോൾ ഒരു ക്ലബ്ബ് പോലെയാണ്. പിള്ളേർ ചങ്ങായിമാരെല്ലാം വൈകുന്നേരം സന്ധ്യ വരെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓൻ ചെറുപ്പത്തിലേ ഇങ്ങനെ ആളെല്ലാം കാണുന്നതുകൊണ്ട് ഓനും നല്ല പരിചയമാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരോടും വർത്താനം പറയുമ്പോൾ ഇങ്ങനെ വന്ന് പെരുങ്ങലും ചെയ്യും. നമ്മൾ എങ്ങനെയാണോ നമ്മളെ ചെറുതിലേ നമ്മളെ ഇതാക്കുന്നത് അതേപോലെ ആയിരിക്കും നമ്മൾ വലുതാകുമ്പോൾ നമ്മളെ സ്വഭാവത്തിലായാലും നമ്മളെ പെരുമാറ്റത്തിലായാലും എല്ലാം അത് ഉണ്ടാവുക. എല്ലാവരും തിരക്കിലാണ്. ഞാൻ ഉച്ചക്കേ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ഏൽപ്പിച്ച് ഉച്ചയ്ക്ക് ഒരു 2:30 ആകുമ്പോൾ എടുക്കുക എല്ലാവരോടും നിൽക്കണമെന്ന് പറഞ്ഞിട്ട്. ഏട്ടനെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഞാനിതാക്കി ഞാൻ കിടന്നിട്ട് കുറച്ച് നേരം ഉറങ്ങിപ്പോയി. ഇപ്പോൾ എണീച്ച് നോക്കുമ്പോഴത്തേക്ക് ഏട്ടൻ പോയിനി. ഇവരെല്ലാവരും പിന്നെ എന്തെല്ലോ തിരക്കിലുമായി. ഇനി വൈകുന്നേരത്തെ തിരക്കിലും ആയിട്ടല്ലേ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെറുങ്ങനെ കാണിക്കാനേ പറ്റിയിട്ടില്ല. വിശദമായിട്ട് പിന്നെ കാണിക്കാം. ഓരോരാളെയും പരിചയപ്പെടുത്തി തരാം. ഇനിയും ഒരുപാട് ആൾക്കാർ നമ്മൾ എൻ്റെ വീഡിയോയിൽ ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ അത്രയും നമ്മളെ സ്നേഹിക്കുന്ന ചുറ്റുവട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും ഞാൻ കാണുമ്പോൾ കാണിക്കാം. കുറേ ആൾക്കാരെ നിങ്ങൾക്ക് പരിചയമുള്ളവരായിരിക്കും, നിങ്ങളെ പരിചയമുള്ളവരുണ്ടാവും. അങ്ങനെ ഞാൻ എല്ലാവരും കാണിക്കാം മാക്സിമം. അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു ഫാമിലിയാണ്, ഒരു സന്തോഷമുള്ളൊരു കുഞ്ഞു ഫാമിലിയാണ് എൻ്റെ. അച്ഛനമ്മ ഏട്ടൻ്റെ വൈഫ്, പിന്നെ വല്യമ്മ ഉണ്ടായിന്. 2 വല്യമ്മമാരുണ്ട്. രണ്ടാളും തൊട്ടപ്പുറത്ത് തന്നെയാണ് വീടുള്ളത്. പിന്നെ നമ്മളെ എത്തൂട്ടൻ, യതിന്നാണ് പേര്, എത്തൂട്ടെന്നാണ് വിളിക്കൽ ഏട്ടൻ്റെ കുഞ്ഞി. ചെറുപ്പത്തിലേ എന്ത് കാര്യം ചെയ്യുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഫുൾ സപ്പോർട്ടാണ്. അച്ഛനായാലും അമ്മയായാലും വല്യമ്മയായാലും ഏട്ടനായാലും എല്ലാം ഫുൾ സപ്പോർട്ടാണ് ഉണ്ടായാൽ. നമ്മളെ ഫാമിലി നമ്മളെ കൂടെ നിൽക്കുമ്പോൾ, നമ്മളെ സുഹൃത്തുക്കൾ നമ്മളെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനും ഒരു ധൈര്യം സ്റ്റാർട്ടിങ് ഉണ്ടാവുക, ധൈര്യത്തോടെ ഒരു കാര്യത്തിന് ഇറങ്ങാൻ. പിന്നെ അതേപോലെ ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം നിങ്ങളെ ഓരോരാൾ ഈ വീഡിയോ കാണുന്ന ഓരോരോ ആൾക്കാരെയും സപ്പോർട്ടും സ്നേഹവും കാണുമ്പോൾ നമുക്കത് കൂടുതൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനമാവുകയും ചെയ്യും. ഒരുപാട് ആൾക്കാർ നമ്മളെ ചുറ്റും, നമ്മളിപ്പോൾ നെഗറ്റീവ് തമ്പനയിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഞാൻ ആദ്യം 2 വീഡിയോൻ്റെ അകത്തും എൻ്റെ തമ്പനയിൽ കണ്ടിട്ട് ആൾക്കാർ കയറി ഏകദേശം 300K സംതിങ് വ്യൂസ് അതിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പിന്നീടുന്നതിനൊന്നും അത്ര വ്യൂസ് കിട്ടുന്നില്ല. അത് നീ അങ്ങനെയുള്ള തമ്പനയിൽ ചെയ്യുന്നില്ല എന്നോട് ചില ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ക്വാണ്ടിറ്റിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ ക്വാളിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് 10 ആളാണെങ്കിൽ അതും ക്വാളിറ്റിയുള്ള 10 ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് സന്തോഷമുണ്ട്. ഒരു കോട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അത് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയെന്ന്. നല്ലതേ സെയ് നല്ലതേ നടക്കും, എന്ത നില വന്നാലും വന്ന നില മറക്കാതെ. അതുപോലെ തന്നെ നമ്മളാരും വന്ന നില മറക്കുന്നവരാവാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.